ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള യൂണിറ്റാണ് യൂറോപ്യൻ പ്രാക്ടീസസ്. അതായത് ബ്ലോക്ക് 3-ലെ 3-ാമത്തെ യൂണിറ്റാണ് യൂറോപ്യൻ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. യൂറോപ്യൻ പ്രാക്ടീസസ് ഇൻ ഫ്യൂഡലിസം, അതായത് ഫ്യൂഡലിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി നിലനിന്നിരുന്ന സമയത്തുണ്ടായിരുന്ന യൂറോപ്പിലെ ചില രീതികളെ കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിൽ മാത്രം ഒരു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടന്നിരുന്ന ചില രീതികളുണ്ട്. ആ രീതികളെയാണ് യൂറോപ്യൻ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭുത്വ വാഴ്ചയിലെ യൂറോപ്പിൻ്റെതായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഒരു ശ്രേണീകൃത അധികാര രീതിയാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്. ശ്രേണീകൃത അധികാര രീതി നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഇത് നോക്കുക. അപ്പോൾ അത് തന്നെയാണ് ശ്രേണീകൃത അധികാര രീതി എന്ന് പറയുന്നതിൽ ആഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ആണ് ലാൻഡ് ടെന്യൂർ. ലാൻഡ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ ഭൂ ഉടമസ്ഥത. ഭൂ ഉടമസ്ഥതയെ കുറിച്ച് പറയുമ്പോൾ പ്രഭുക്കന്മാർക്ക് ഭൂമി, ഫ്യൂഡൽ ലോർഡ്സിനാണ് ഭൂമി പതിച്ചു കിട്ടുക. ഈ ഫ്യൂഡൽ ലോർഡ്സ് ഈ ഭൂമി അദ്ദേഹത്തിന്റെ സാമന്തന്മാരാണ് വാസൽസ് എന്ന് പറയും. ഈ സാമന്തന്മാർക്ക് അഥവാ വാസൽസിന് പതിച്ചു നൽകും. പിന്നീട് ഈ സാമന്തന്മാരാണ് ഈ ഭൂമിയിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഭൂമിയിൽ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും അത് നടത്തിക്കുന്നതും പിന്നെ സൈന്യത്തെ ആവശ്യമാണെങ്കിൽ അത് കൊണ്ടുവരുന്നതും അതിനെ സ്റ്റാൻഡിങ് ആർമീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ഈ സാമന്തന്മാരായിരിക്കും, വാസൽസ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് ടെന്യൂർ സിസ്റ്റം, ഒരു ഭൂ ഉടമ സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഫ്യൂഡൽ ലോർഡ്, അദ്ദേഹത്തിന്റെ കീഴിൽ ആരുണ്ടായിരിക്കും? സാമന്തന്മാരുണ്ടായിരിക്കും. ഈ സാമന്തന്മാർക്ക് വേണ്ടുന്ന സഹായം പ്രഭുക്കന്മാർ, ഫ്യൂഡൽ ലോർഡ്സ് ചെയ്തു കൊടുക്കും. ഫ്യൂഡൽ ലോർഡ്സിനെ സാമന്തന്മാരും കൃത്യമായി സഹായിക്കും. ഈ ഒരു രീതിയാണ് ലാൻഡ് ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു യൂറോപ്യൻ പ്രാക്ടീസ് ആണ് മാനർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് മാനർ എന്ന് പറഞ്ഞാൽ? മാനർ എന്ന് പറഞ്ഞാൽ ഈ പ്രഭുക്കന്മാർക്ക് വലിയ ഭൂമികൾ, എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യുന്നു? കർഷകരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നു. ആ കർഷകർ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ഒരു ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. അപ്പോൾ കൃഷിക്കാരും ആ കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം ആ ഒരു എസ്റ്റേറ്റിൽ തന്നെ താമസിച്ച് പണിയെടുക്കുന്ന ഒരു രീതിയാണ് മാനർ സിസ്റ്റം എന്ന് പറയുന്നത്. കർഷകര് അവരുടെ സ്ഥലത്ത് തന്നെ, കർഷകർ ആ ഭൂമിയിൽ തന്നെ, കാർഷിക ഭൂമിയിൽ തന്നെ കുടില് കെട്ടി ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് മാനർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റം അന്ന് അവിടെ ഫോളോ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകര് ഭൂമിയുമായിട്ട്, കർഷകരെ സെർവ്സ്, SERF സെർവ്സ് എന്നാണ് പറയുക. ഭൂമി ഫീഫ്, പീസ് ഓഫ് ലാൻഡിനെ ഫീഫ് എന്നാണ് അവർ പറയുക. ഈ സെർവ്സ് ഈ ഫീഫിൽ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. അവർ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിനം പ്രതി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രങ്ങൾ പോലെയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സംവിധാനം മാനർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ദെൻ അടുത്തൊരു യൂറോപ്യൻ പ്രാക്ടീസ് ആണ് സബ് ഇൻഫ്യൂഡേഷൻ. എന്താണ് സബ് ഇൻഫ്യൂഡേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം പറഞ്ഞു ലാൻഡ് ടെന്യൂർ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, പ്രഭുക്കന്മാര് സാമന്തന്മാരെ വെച്ചുകൊണ്ട് ഭരണ സംവിധാനം നടത്തുന്ന ഒരു രീതി. ഈ സാമന്തന്മാരെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറെ ഉപസാമന്തന്മാരെ അവര് ഏർപ്പാടാക്കും. ഈ ഉപസാമന്തന്മാരെ ഏർപ്പാടാക്കിക്കൊണ്ട് ഭരണം നടത്തുന്നതിനെയാണ് സബ് ഇൻഫ്യൂഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രഭുക്കന്മാരുടെ കീഴിൽ സാമന്തന്മാരുണ്ടാവും. സാമന്തന്മാരുടെ കീഴിൽ ആരുണ്ടായിരിക്കും? ഉപസാമന്തന്മാർ അഥവാ സബ് വാസൽസ് ഉണ്ടായിരിക്കും. ഇവരെ വെച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയാണ് സബ് ഇൻഫ്യൂഡേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ് ഇൻഫ്യൂഡേഷനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, മൾട്ടി ലെയേർഡ് ഹൈറാർക്കിയൽ സിസ്റ്റമാണ് നിലനിന്നിരുന്നതെന്ന് പറയാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകതയാണ് സൈനിക സേവനങ്ങൾ, മിലിറ്ററി സർവീസസ്. ഈ വാസൽസ്, സാമന്തന്മാര്
ഭൂമിയിൽ സൈനികരെ ഏർപ്പാടാക്കുന്നു, ഉപസാമന്തന്മാരും സൈനികരെ നിലനിർത്തുന്നു. അപ്പോൾ ഇവരൊരു ആർമി മെയിൻറ്റെയിൻ ചെയ്യുകയും ആവശ്യാനുസരണം പ്രഭുവിനെ സഹായിക്കുകയും ചെയ്യുന്നു. മെയിൻറ്റെയിനിങ് എ സ്റ്റാൻഡിങ് ആർമി എപ്പോഴും ഇവർക്കുണ്ടായിരിക്കും. ഈ സ്റ്റാൻഡിങ് ആർമിയുടെ ചെലവ് ആരാണ് നോക്കുക? ഈ വാസൽസ്, ഈ സാമന്തന്മാരാണ് നോക്കുക. അപ്പം അത്തരത്തിലൊരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരിക്കും. ദെൻ ഹൈറാർക്കിയൽ സിസ്റ്റം ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹൈറാർക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ശ്രേണീകൃതമായിട്ടുള്ളൊരു രീതിയായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. ടോപ്പിൽ കിങ്ങും ബോട്ടം പെസൻസും ഉള്ള ഒരു ശ്രേണീകൃത സംവിധാനത്തിലൂടെയാണ് ഒരു പിരമിഡ്, ഫ്യൂഡൽ പിരമിഡ് എന്ന് നമുക്ക് ആ സംവിധാനത്തിനെ പറയാൻ പറ്റും, നിലനിന്നിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ നൊബിലിറ്റീസിനാണ്, ഈ നൊബിലിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിനാണല്ലോ ഈ ഭൂമി കിട്ടുന്നതും സൈന്യത്തെ നിലനിർത്തുകയൊക്കെ ചെയ്യുന്നത്. ഈ അധികാരം കിട്ടുന്ന ഭൂമിയുടെ മേൽ അവകാശം കിട്ടുന്ന നൊബിലിറ്റീസിനെ അപ്പർ നൊബിലിറ്റി എന്നും, ഭൂമിയുടെ മേൽ അവകാശം കിട്ടാത്ത നൊബിലിറ്റീസിനെ, പ്രഭുക്കന്മാരെ ലോവർ നൊബിലിറ്റി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹൈറാർക്കിയൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ദെൻ മറ്റൊരു യൂറോപ്യൻ പ്രാക്ടീസ് ആണ് ഷിവലറി എന്ന് പറയുന്നത്. ഷിവലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ കോഡ് ഓഫ് കണ്ടക്ട്. കുറെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ബിലീഫ്സ് ഒക്കെ ഉള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഷിവലറി എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. സാമൂഹികപരമായിട്ട് നിലനിർത്തേണ്ട കുറേ മര്യാദകൾ, സാംസ്കാരികപരമായി പിന്തുടരേണ്ട മൂല്യങ്ങൾ, ദെൻ പിന്തുടരേണ്ട അവകാശങ്ങൾ, ദെൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു കോഡ് ഓഫ് കണ്ടക്ട്. എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഷിവലറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഹോണർ, ജസ്റ്റിസ്, കറേജ്, കേർട്ടിയസ്, അതായത് വിശ്വാസം ഉണ്ടായിരിക്കണതിൻ്റെ കാര്യം, വിശ്വാസ്യത, ധൈര്യം, അങ്ങനത്തെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഷിവലറിയിൽ മറ്റൊന്നാണ് നൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ജോലികളെല്ലാം കൃത്യമായിട്ട് പറയുന്നത്. ഈ നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആർമി ആണെങ്കിലും ആവശ്യാനുസരണം അവർ പ്രഭുക്കന്മാരെയും സാമന്തന്മാരെയൊക്കെ സഹായിക്കേണ്ട ഒരു ആർമി ഗ്രൂപ്പ് ആണെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ നിയമങ്ങൾ ഈ ഷിവലറിയിൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ പറയുന്നുണ്ട്. ഇവർ വളരെ സത്യസന്ധരായിരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിരിക്കണം, അതുപോലെ കല, സംഗീതം തുടങ്ങിയവയിലൊക്കെ പ്രാവീണ്യമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഈ നൈറ്റ്സിനെ വെച്ചുകൊണ്ടാണ് മത്സരിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളിലും കഴിവ് തെളിയിച്ചവരായിരിക്കണം നൈറ്റ്സ് തുടങ്ങിയ ഒരുപാട് കോഡുകൾ ഈ ഷിവലറിയിൽ കാണാൻ സാധിക്കും. ഓക്കെ, അന്നുണ്ടായിരുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ദെൻ മറ്റൊരു യൂറോപ്യൻ പ്രാക്ടീസാണ് ചർച്ചിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഉണ്ടായിരുന്നു. ചർച്ച ആയിരുന്നു അവിടുത്തെ ഭൂമിയുടെ കാര്യങ്ങളായിക്കോട്ടെ, റിലീജിയസ് അഫയേഴ്സ് ആയിക്കോട്ടെ, ഈവൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ റിലീജിയസ് എഡ്യൂക്കേഷൻ നൽകിയിരുന്നതൊക്കെ ചർച്ചുകളായിരുന്നു. കാത്തോലിക് പള്ളികൾക്ക് ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ വളരെ കൃത്യമായിട്ടുള്ള എക്കണോമിക്കായിട്ടും പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടുമുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ദെൻ ഗിൽഡ് സിസ്റ്റം മറ്റൊരു ഫീച്ചറാണ് ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ കൂട്ടത്തിനെ, ഓർഗനൈസേഷനെയാണ് ഗിൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ യൂണിയൻ എന്നൊക്കെ പറയുന്ന, ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള വിവിധങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും അങ്ങനെ തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ്മെൻസ് ആൻഡ് മെർച്ചൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിലും കുറെ നിയമങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ ഗിൽഡുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഗിൽഡിൽ മെമ്പർ ആയിരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമത്തെക്കുറിച്ചും ആർക്കൊക്കെയാണ് ഗിൽഡിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിയമം, ഒരു ലീഗൽ സിസ്റ്റം അവർക്കും ഫോളോ ചെയ്തിട്ടുണ്ട്. ഗിൽഡ് സംവിധാനത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഗിൽഡിലെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന സേവനങ്ങൾ, അവർക്ക് ആവശ്യാനുസരണം സഹായങ്ങൾ, എന്തെങ്കിലും രീതിയിൽ അട്ടിമറി തിരിമറിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടുക, ഇതൊക്കെ ഈ ഗിൽഡിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നു. ഈ ഗിൽഡുകളെ തന്നെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രേഡ് ഗിൽഡ്സ്, മെർച്ചന്റ് ഗിൽഡ്സ്, ക്രാഫ്റ്റ് ഗിൽഡ്സ്, ആർട്ടിസൻ ഗിൽഡ്സ് എന്നിങ്ങനെയൊക്കെ തരംതിരിക്കുക. അതിൽ ട്രേഡ് ഗിൽഡ്സ്, ഒന്നാമതായിട്ട് ട്രേഡ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നവര്, വാണിജ്യം നടത്തുന്നവരുടെ, അതുപോലെ തന്നെ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യം നടത്തുന്നവരുടെയൊക്കെ ഗ്രൂപ്പിനെയാണ് ട്രേഡ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പാണ് മെർച്ചന്റ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. മെർച്ചന്റ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ മെർച്ചൻസിന്റെയും ട്രേഡേഴ്സിന്റെയും ഗ്രൂപ്പിനെയാണ് മെർച്ചന്റ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. ക്രാഫ്റ്റ് ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ, കൈത്തറി തൊഴിലാളികളൊക്കെ ആയിട്ടുള്ളവരുടെ അസോസിയേഷൻ ഓഫ് സ്കിൽഡ് ക്രാഫ്റ്റ്. അതായത് സ്കിൽഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്വർണം ഉരുക്കുന്ന ബ്ലാക്ക് സ്മിത്ത്സ്, സ്വർണ്ണപ്പണി ചെയ്യുന്നവര്, കാർപ്പന്റർമാര്, തുന്നുന്നവര്, വീവേഴ്സ്, ഇവരുടെയൊക്കെ ഗ്രൂപ്പാണ് ഈ ക്രാഫ്റ്റ് ഗിൽഡ്സിൽ എന്ന് പറയുന്നത്. അതായത് സ്കില്ലുള്ള തൊഴിലുകൾ ചെയ്യുന്നവരുടെ
കൂട്ടത്തിനെയാണ് നമുക്ക് ക്രാഫ്റ്റ് ഗിൽഡ്സ് എന്ന് പറയാൻ പറ്റും. ദെൻ ആർട്ടിസൻ ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളായിട്ടുള്ള കൈത്തൊഴിലുകൾ ചെയ്യുന്നവരുടെ ഗ്രൂപ്പ് എന്ന് പറയാം. ആർട്ടിസ്റ്റ് ആൻഡ് ക്രാഫ്റ്റ്മെൻ ഗ്രൂപ്പ്സ് എന്ന് പറയാം. ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർ തന്നെ പെയിൻറ്റേഴ്സ്, അതുപോലെ തന്നെ കൊത്തുപണികൾ ചെയ്യുന്നവർ, സ്കൾട്ടേഴ്സ്, പോട്ടേഴ്സ്, ജ്വല്ലേഴ്സ്, അതിലൊക്കെ ജ്വല്ലറികളൊക്കെ വർക്ക് ചെയ്യുന്നവരില്ല, അവരുടെയൊക്കെ ഗ്രൂപ്പിനെയാണ് ആർട്ടിസൻ ഗിൽഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആയിരിക്കും, എന്നാലും പല രീതിയിലുള്ള ഗിൽഡ് ഗ്രൂപ്പുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രേഡ് ഗിൽഡ് ഉണ്ടായിരുന്നു, മെർച്ചന്റ് ഗിൽഡ്സ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് ഗിൽഡ്സ് ഉണ്ടായിരുന്നു, ആർട്ടിസൻ ഗിൽഡ്സ് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗിൽഡുകളും അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുമാണ് അന്ന് നിലനിന്നിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ഫ്യൂഡലിസത്തിന്റെ തനതായ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ തനതായ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞൊരു ശ്രേണീകൃത അധികാര രീതിയാണെന്ന് പറഞ്ഞു. ലാൻഡ് ടെനുവർ സിസ്റ്റം, ദെൻ മാനർ സിസ്റ്റം, സബ് ഇൻഫ്യൂഡേഷൻ ഫോളോ ചെയ്തിരുന്നു, ഹൈറാർക്കി ഉണ്ടായിരുന്നു, ഷിവലറി ഉണ്ടായിരുന്നു, മിലിറ്ററി സർവീസസ് ഉണ്ടായിരുന്നു, ചർച്ചിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, ഗിൽഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതൊക്കെ യൂറോപ്പിന്റെ പ്രത്യേകതകളായിരുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ യൂറോപ്യൻ പ്രാക്ടീസസ് എന്ന 3ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.